എൻ്റെ അമ്മേ. അങ്ങനെ നമ്മൾ വാഴക്കുടപ്പൻ എടുത്തു. അതിഗംഭീരമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഒരു തോരൻ, ഒരു സൂപ്പ്, ഒരു സംഭാരം. ഇതാണ് വാഴക്കുടപ്പൻ്റെ ചോദിക്കുക. അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. ഈ പടവലങ്ങിയില്ലേ, അതിൻ്റെ ഉള്ളിൽ കുരുന്ന് ഈ കുരുല്ലേ, ഒരാള് പറഞ്ഞാണ് ഇതുണ്ട് മറ്റേ പക്കവാടയില്ലേ, അടിപൊളിയെന്ന്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ചിലര് വീട്ടില് പറഞ്ഞു തുടങ്ങി ഏത് നേരം തേങ്ങ നമുക്ക് മുരിങ്ങയില ഇട്ടിട്ട് കുറച്ച് സമയമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചിനു മുമ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അല്ല, അടിപൊളി സൂപ്പായിട്ടുണ്ട്. ഈ തോരല്ലേ ഗംഭീര സാധനമാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ അതിഗംഭീരമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഉച്ചഭക്ഷണത്തെ ഇതെന്തിനാന്ന് ചോദിക്കും. ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ഈ സാധനം എന്തിനാന്ന് വിചാരിക്കും. ഇതാവശ്യമുണ്ട്. ഇത് വെട്ടി നുറുക്കിയിട്ടല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചോറൊന്നും ഇല്ലാണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത സരിത. നമ്മള് ശ്രീദേവി ഡോക്ടറുടെ അവിടേക്ക് അന്ന് പോയില്ലേ, വെയിറ്റ് ലോസിന്റെ വീഡിയോ എടുക്കാനായിട്ട് പോയി. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണം അന്ന് ഞങ്ങൾ അത് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തടി കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർ, വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് നമ്മൾ തടി കുറയ്ക്കാന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഈ അശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തടി കുറയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഭക്ഷണം അങ്ങനെ തന്നെ ഒഴിവാക്കി പട്ടിണി എടുക്കും. അപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ക്ഷീണം, മുടി ഒഴിച്ചിൽ, കുറേ പ്രശ്നങ്ങൾ വരും, ഒക്കെ വരും. പക്ഷെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ശരീരത്തിൽ എത്തിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മധുരം ഒഴിവാക്കുക, അങ്ങനെ നമ്മൾക്ക് തടി കുറയ്ക്കേണ്ട വിധമാണ് അവിടെ ചെയ്യണത്. അപ്പം അങ്ങനെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഉച്ചഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചോറില്ല, ഒരു അവിയൽ കൂട്ടാൻ, ഒരു തോരൻ, ഒരു സൂപ്പ്, ഒരു സംഭാരം. ഇതാണ് നമ്മൾ കഴിക്കുക. ഇത് കഴിച്ചു കഴിയുമ്പോൾ വയറ് നന്നായി നിറയും. എന്നാലും നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സദ്യ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കിടക്കാൻ തോന്നില്ലേ. ആ വക പരിപാടി ഒന്നും ഇതിലില്ല. നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. വിമ്മിഷ്ടം മുട്ടാന്നൊക്കെ പറയില്ലേ, കുറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഷുഗറുകാർക്ക്, പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല. അവർക്ക് ചോറൊക്കെ ഒഴിവാക്കേണ്ടി വരുമല്ലോ, പക്ഷെ വിശപ്പ് സഹിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു സാധനമാണ്. അപ്പൊ ഇതിലേക്ക് ഈ തോരന് ആവശ്യമായിട്ടുള്ള തോരന് മുതിര മുളപ്പിച്ചത് വേണം. ഒരു അരക്കപ്പ് മുതിര എടുത്തിട്ട് വെള്ളത്തില് എല്ലാ പൾസസും ഉപയോഗിക്കാം. മുതിര, പയർ, കടല എല്ലാതും ഉപയോഗിക്കാം. ചെറുപയർ ഒക്കെ മുളപ്പിക്കണം എന്ന് മാത്രം. അപ്പൊ ഇത് നമ്മുടെ അരക്കപ്പ് മുതിര 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചു. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. നേരം വെളുത്തിട്ട് അത് ഊറ്റിയിട്ട് നമ്മളൊരു വൃത്തിയുള്ള ഒരു തുണി, നനഞ്ഞ തുണിയിൽ അത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വരും. ഇതിപ്പോ ഒരു ദിവസം കൂടി ഇരുന്നു കേട്ടാ, അതുകൊണ്ട് ഇത്തിരി കൂടി അതിന് വേര് വന്നു. അപ്പൊ കൂടുതൽ ഇത്തിരി നീളം വേര് വരുന്നോട് കൂടി അതിന് ഗുണം കൂടുന്ന പറയുന്നത് അല്ലേ? ഗുണല്ലേ കൂടുതൽ. ഇതിപ്പോ അങ്ങനെയൊന്നല്ല, ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തതായിരുന്നു. പക്ഷെ ഇന്നലെ നമുക്ക് നേരം കിട്ടാത്തതാണ് ഇന്നത്തേക്കേ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കൂടി പേര് വന്നു. അപ്പൊ നമുക്ക് പറയാത് ഗുണുണ്ട്. അപ്പൊ സരിത മുതിരയിട്ട് അങ്ങോട്ട് പോട്ടെ. ഇതിലേക്ക് ഇനി വേണ്ടത് വാഴക്കുടപ്പനാണ്. അത് പൊട്ടിക്കാനാണ് ഈ കോല്. വാഴക്കുടപ്പൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് വാഴക്കുടപ്പൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ വലിയ ഈ നേന്ത്രവാഴ വാഴക്കുടപ്പൻ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് മരുന്നൊന്നും അടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാരണം കുഴപ്പമില്ല. 3 വാഴക്കുടപ്പൻ ഉണ്ട്. അതെ, ഒരെണ്ണം ഇത് കണ്ട, പിന്നെ ഒരെണ്ണം ഒരെണ്ണം ഇത്. അപ്പോൾ നമുക്ക് അതിനെ അലക്കി വീഴ്ത്താം, ഇവനടിക്കാം. എൻ്റെ അമ്മേ, തോട്ടിയില്ലേ, തോട്ടി വീണു കണ്ണിൽ കരട്ടും പോയി. എൻ്റെ ഇതുണ്ട്, മണ്ണുണ്ട്. അങ്ങനെ നമ്മൾ വാഴക്കുടപ്പൻ എടുത്തു. സരിത വാഴക്കുടപ്പൻ എന്നാ. ചിലർ ഈ വാഴക്കുടപ്പൻ്റെ മുഴുവനൊന്നും കളയില്ല കേട്ടാ. ഈ കളറ് വരുന്നത് വരെ കളയില്ലേ, ഭയങ്കരമായിട്ട്. ഇത്ര മതി എന്ന് പറയും. ഇത് എന്തിനാണ് കളയണമെന്ന് പറയും. വയറിന് ഇത്രയും നല്ലൊരു സാധനമല്ലേ ഉണ്ണിപ്പിണ്ടി, വാഴക്കുടപ്പനൊക്കെ സൂപ്പർ സാധനമാണ്. ഒരെണ്ണം കൂടി കളയുന്നില്ല കേട്ടോ. കത്തിയൊക്കെ
കറയിണ്ടാവുന്നു ഇങ്ങനെ പിടിക്കുക. അപ്പൊ ചേട്ടൻ അല്ല ഇങ്ങനെ പിടിച്ചു കിടക്ക്. ചേട്ടൻ പിടിച്ചോ. അപ്പൊ നമ്മൾ കൂടി ഇല്ലാണ് ചെയ്യുന്നത്. ഗ്യാസ് അടുപ്പിലാട്ടാ ചെയ്യണേ. രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അപ്പൊ സരിത നമ്മുടെ വാഴക്കൊപ്ര അരിയാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു അടുപ്പിൽ വേണ്ട, ഈ അടുപ്പിൽ നമ്മൾ നമ്മുടെ ഈ മുളപ്പിച്ച മുതയില്ലേ അത് വേവിക്കാൻ പോകുന്നത്. ഇത് അധികം ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടല്ലോ. ഞങ്ങൾക്ക് 4 പേര് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് അധികം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വയ്ക്കുന്നു. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടാ. ചേട്ടാ വെളിച്ചെണ്ണ കുപ്പി എവിടെയാ? ആരോഗ്യമുള്ള ഭക്ഷണമൊക്കെയാണ്, പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി സമയം കുറച്ച് പിടിക്കും ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ചോറ് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കത്തിച്ച് അരി അടപ്പത്തിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഒരാൾക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്കായി. അരിഞ്ഞ് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പരറ്റി തിരുമ്പി വെക്കുകയാണെങ്കിലേ അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി ഒരു ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ആ സമയത്ത് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുക വേണ്ടോ. പെട്ടെന്ന് വേവും കേട്ടോ. മുളപ്പിച്ചതിനെ പെട്ടെന്ന് വേവും. തീന്ന് കുറയ്ക്കാം, സിമ്മിലിടാം. അരി കഴിയാറായ ഇത് പിന്നെ ഒരാവി മതി ഇതാവാനായിട്ട്. അപ്പോൾ അതടുപ്പത്ത് വെച്ചിട്ട് ഇത് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് വേവും. അപ്പോൾ പിന്നെ ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ മുന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെളിച്ചെണ്ണ നന്നായി തിരുമ്പിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് മുള്ളുകൊണ്ട് ഇങ്ങനെ ആക്കി ഇതിൻ്റെ കംപ്ലീറ്റ് ഞാരുകൾ കളയും. എന്നിട്ടാണ് പണ്ടൊക്കെ കൂട്ടാൻ വയ്ക്കുക. പക്ഷെ പിന്നെ ഇതിൻ്റെ ഞാരാണ് നല്ലത് എന്ന് പറഞ്ഞു കേട്ടോടുകൂടി ഞാര് കളയാണ്ടായി. വല്ലാണ്ടുള്ള ഞാര് കളയണം. ഇതിലേ അത് ഇരിക്കിട. ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി തിരുമ്മുക. എന്നിട്ട് തിരുമ്മി വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വെന്തുണ്ടാവും. ചേർക്കാം. സിമ്പിൾ പരിപാടി. ഫസ്റ്റ് കഴിയാൻ പോകും. കുറെ ഉണ്ടാവട്ടെ. അത് നമുക്ക് തിന്ന് കഴിക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇല്ലേ 4 പേരില്ലേ. അവിടെ ചെന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉപ്പ് വളരെ കുറവാണ്. ഉപ്പ് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. ഉപ്പ് ഒഴിവാക്കിയാൽ തന്നെ നീർക്കെട്ടുകളൊക്കെ ഉള്ളതൊക്കെ വേഗം പൂത്തറ ശരീരത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞോ. ഉപ്പ് കുറവ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. അത് അധികമൊന്നും ചേർക്കണില്ല, ഒരു സ്വല്പം. ഫസ്റ്റത്തെ ഇത് കഴിക്കില്ലേ, ഫസ്റ്റത്തെ എടുത്ത് വായിൽ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറവ് തോന്നും. പിന്നെ 2-3 വായ അതിങ്ങനെ കഴിച്ച് വരുമ്പോൾ നമ്മൾ ആ ടേസ്റ്റുമായിട്ട് പൊരുത്തപ്പെടും. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. ഒരു 5 മിനിറ്റ് തിരുമ്മി വയ്ക്കുക അല്ലേ. ഇത് ഇതിൽ ഞാര് കളയണ്ടേ? അപ്പോൾ ഞാര് കളയണം. അച്ഛന് ഭയങ്കര ദേഷ്യ ഞാര് കളയാണ്ട് കൂട്ടാൻ വെക്കണം. ഞാരുണ്ടാവണം ശരിക്കും. ഞാര് കളഞ്ഞാണ്ട് വെച്ചു പറഞ്ഞിട്ട്. നീ ഞാര് കളയാണ്ട് വെച്ചേ. നമ്മൾ ഉണ്ണിപ്പിണ്ടി അരിയുമ്പോ അതിന് ഞാര് കളയണം. അല്ലെങ്കിൽ അത് വായിൽ ഇങ്ങനെയൊക്കെ ഈ ഉള്ളിന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കേണ്ടി വരും. അത് നല്ല നീളത്തിൽ വരും. കൂട്ടി പിടിച്ച് ഇങ്ങനെയായിട്ട് വരും. മുതിര ഇത് വെന്തുണ്ടാവട്ടെ സരിത. ഇപ്പം തീ ഇതിന് കിട്ടുന്ന ഞാരുകൾ ഞാൻ കളയുന്നുണ്ട് വലിപ്പമുള്ളത് കേട്ടാ. വലിപ്പമുള്ളത് കളഞ്ഞോ. നിനക്ക് പറഞ്ഞിട്ട് ഒന്നും മാറ്റിയിരുന്നു വേണ്ട. മുതിര വെന്തോന്നോട്ടെ കേട്ടോ. മുതിര വെന്ത് കഴിഞ്ഞിട്ട് അത് ചേർത്താൽ മതി. അത് പെട്ടെന്നാവില്ല, വേവണുള്ളോ. ഇത്തിരി സമയമാണ് കുടിക്കും. രസം വെറുതെ തന്നെ മതി. അതെ സരിത ഇതിൻ്റെ ഞാരിത കുറച്ച് ഞാര് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെയും നൂലുണ്ടാവും. അതുണ്ടാവും, ഫൈബർ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ മുതിര വെന്ത് കഴിഞ്ഞാൽ ഇത് ചേർക്കും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പാചകം കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടാ. സമയം കളയണ്ട വെച്ചിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ കൈ കഴുകിയിട്ട് അവിലിന് കഷ്ണം തുറക്കണം. ഓക്കെ. അപ്പോൾ സരിത അവിലിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കാണ്. അവിലിക്കുള്ള കഷ്ണങ്ങളിൽ സാധാരണ കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ചേന പറഞ്ഞിട്ടില്ല. ചേന പറഞ്ഞു ക്യാരറ്റ് ഉപയോഗിക്കാം, മുരിങ്ങക്കായ, പടവലങ്ങ, കുമ്പളങ്ങ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം. നമ്മൾ 4 ഐറ്റംസുകളാണ് 4 എടുക്കുന്നത്. ഇപ്പം ഇത് മുതിര വെന്തു കേട്ടോ. മുതിര വെന്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വാഴ കുടപ്പൻ്റെ ഇത് വയ്ക്കാം.
ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഇത് വേവും കേട്ടോ. ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം വറ്റിച്ച് എടുക്കണേ, തോരനല്ലേ. വെള്ളം പറ്റും ഇപ്പോൾ. മൂടി വയ്ക്കുന്നു വേണ്ട, മൂടി വയ്ക്കുന്നില്ല. അവിലേക്ക് പടവലയ്ക്ക ഇത്തിരി കൂടുതൽ എടുക്കില്ല കേട്ടോ. പടവലയ്ക്ക വയറിന് വളരെ നല്ലതാണ്. പിന്നെ ഈ അവിയലെന്ന് പറഞ്ഞ വെള്ളം പോലെ ഇരിക്കുക, ചാറുണ്ടാവും. ചാറ് പോലില്ല, അല്ല ചാറ് പോലില്ല, കട്ടി പോലില്ല, ഡ്രൈ പോലില്ല. ചാറ് പോലില്ല, കട്ടി പോലില്ല, ഡ്രൈ. ചാറ് പോലെയല്ല, കട്ടി പോലെയല്ല, ഡ്രൈ പോലെയല്ല. ഇതിന്റെ അർത്ഥം ചാറ് പോലെ ഉണ്ടാവും, ചാറ് പോലെ ഉണ്ടാവും. തോട്ടിലേക്ക് വെള്ളം കടങ്കഥ പറയില്ലേ, അതുപോലെയല്ല, ഇതുപോലെ ഒക്കെ പറയട്ടെ. അങ്ങനത്തെ കടങ്കഥ പറയലൊന്നും ഇല്ലല്ലോ ഇപ്പോ. അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. അത് ജയറാമും പ്രേംകുമാറായിട്ട് സിനിമയില്ല, നല്ല രസമായിട്ട് സിനിമയിലത്. വേറായി. ഇതെല്ലാം കൂടി കഴുകി കഴിഞ്ഞിട്ട് നുറുക്കിയാൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് നോക്കാം. സരി പച്ചക്കറി വികൾ മുഴുവൻ കഴുകാണ്. അപ്പോൾ നമ്മളിത് തോരൻ നോക്കിയേ കണ്ട, വെള്ളമൊക്കെ വറ്റി വെന്തു. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇതിൽ നാളികേരാണ് ചേർക്കാനുള്ളത്. അത് ചേർക്കണമെങ്കിൽ ചൂടാറണം. നാളികേരം ഇട്ടിട്ട് ഇതിനെ ചൂടാക്കാൻ പാടില്ല അത്ര. അപ്പോൾ നമ്മുടെ തോരനെ ഇത് ഒരു പാത്രത്തിലാക്കാം. പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നാളികേരം ചെറിയത് ചേർക്കണം. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടി ചേർക്കണം നമ്മൾ. ഇതിൽ മുളകൊന്നും ഇല്ല കേട്ടാ. ഫസ്റ്റത്തെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടില്ല. ഭക്ഷണം മുറിക്കൊക്കെ വേഗം, നേരെ കളയണ്ട. 4 സദ്യ വിഭവങ്ങൾ. ഇത് ആരെങ്കിലും വീട്ടിലുണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടാ. ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നും പ്രത്യേകമായിട്ട് കുറച്ച് സമയം പിടിക്കുന്നു മാത്രം. അല്ലാണ്ട് എല്ലാം വീട്ടിലെ അടുക്കളയിലൊക്കെ ചുറ്റുപാടത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്നും നല്ല ഭംഗിയിൽ പാത്രങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വെച്ച് ചേട്ടാ ഇപ്പൊ വീട്ടില് എല്ലാവർക്കും, വീട്ടിലത്തെ എല്ലാ അംഗങ്ങൾക്കും ഇത് കഴിക്കേണ്ടി വരില്ലല്ലോ. ഒരാളിപ്പോ എനിക്ക് തടി കുറയ്ക്കണം വിചാരിക്കും, അപ്പൊ എനിക്ക് മാത്രമല്ല ഇത് ആവശ്യമുള്ളൂ. അപ്പോ ഇതിപ്പോ ഒരു ദിവസം മെനക്കെട്ട് ഇങ്ങനെ അല്ലാതെ അരിഞ്ഞിട്ടേ ബോക്സുകളിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇത് കുറേശ്ശെ എടുത്തിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടോ. ആ സമയമാകുമ്പോ മുളക് പൊടി അതൊന്നും തപ്പി സമയം ഒന്നും വേണ്ട. തിന്നാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടാ. ഞങ്ങള് കൂളായിട്ട് കഴിച്ചതാ. ഒരു ദിവസം കുഴപ്പമുണ്ടാവില്ല അല്ലെ, എല്ലാ ദിവസം കഴിക്കുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ടാവില്ല. എല്ലാ ദിവസം മാറ്റി മാറ്റി മറിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നാളെ ബില്ലുണ്ടാവണ്ടേ, നാളെ മറ്റേ ഈ കുമ്പളങ്ങേര മറ്റേ ഓലനായിരിക്കും, പിന്നെ മറ്റേ മോര് കറി ആയിരിക്കും. അങ്ങനെ പല മാറി മാറിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ അടുപ്പിച്ച് ഇത് തന്നെയായിരിക്കില്ല. ഇത് ഒരെണ്ണം ഇതുപോലത്തെ 10-15 തരണ്ട് ടൈപ്പ്. ഉപ്പൊന്നും വേണ്ട, അല്ലാണ്ട് പറയുമ്പോ അല്ലാണ്ട് തന്നെ എന്തൊരു ടേസ്റ്റാന്ന് മുഖം നോക്കിയിരിക്കണ. മൂക്കൊക്കെ ഇങ്ങനെ വികസിച്ചിട്ടേ, ചേട്ടന്റെ മൂക്കൊക്കെ വികസിച്ചിട്ട് ടേസ്റ്റ്. തോരനാട്ടാ. ഇതില് അടുത്ത കൂട്ട് ചേർത്തിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തരി കുരുമുളക് പൊടി ഇടാം. അത് ആരോഗ്യത്തിന് അങ്ങനെ ഇതുണ്ടാക്കുന്ന ഒരു സാധനമല്ലല്ലോ കുരുമുളക് പൊടിയും. അതില് കുരുമുളക് പൊടി ഇല്ല, നാളികേരം ചേർക്കാൻ മാത്രല്ലോ ഇതില്. നാളികേരം ലേശം ഉപ്പും അല്ലേ. പോരെ ചേട്ടാ, ഇഷ്ടം പോലെ ഇല്ലേ. അപ്പോൾ നമ്മുടെ അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ നുറുക്കൽ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇത് വേണം, പച്ചമുളക് അരി കളഞ്ഞത്, കുരു കളഞ്ഞത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. എന്താ കുരു കളഞ്ഞ ഇങ്ങനെ കളയാ. ആ അത് കളയുമ്പോഴേ ഇത് ഭയങ്കര എരിവാ, നല്ല മണം വരുന്നുണ്ട്. ഇതങ്ങനെ ചെയ്യേണ്ടത് കടാ. കടാ നഖത്തിന്റെ ഇടയിലേക്ക് പോകും, അതാ കണ്ണിലേക്ക് തെറിച്ചാ. ടീസ്പൂൺ കളയാം. തോട് മാത്രം ഇട്ടു അതിലേക്കിട്ടാ. ബാക്കി നമുക്ക് ഇത്തിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുക. ഒരു സ്വല്പം മതി, 2 മുളക് മതി, അധികം വേണ്ട. എരിവ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അധികം ഇതിന്റെ ആവശ്യമില്ല. കട നോക്കിയ 4 പീസാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കളയാൻ പറ്റുള്ളൂ. മതി, അത്ര മതി. ഈ 2 മുളക് വേണ്ട, മതി. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണോട്ടെ എനിക്ക്. അവിലിൻ്റെ കഷ്ണം മതി, അതി മതിയില്ലേ? എന്തുണ്ട് ഞാൻ പറഞ്ഞ അതി മതിയില്ലേ? ഒരു പൊട്ട് കുരുമുളക് പൊടി ചേർക്കണല്ലോ.
കുരുമുളക് പൊടി പിന്നെ എന്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. കണ്ടാ ഇത്രയ്ക്ക് ചേർക്കുന്നു. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. സ്വല്പം വെള്ളം ചേർക്കല്ലോ തരുതേ. ഒരു തിരി വെള്ളം ചേർക്കണം. അടുപ്പ് വയ്ക്കണം. അല്ല നമ്മുടെ തോരൻ ചൂടാറിയിട്ടാ. അപ്പൊ ഇതിലേക്ക് നാളികേരം ചേർക്കാം. ഏയ് നാളികേരം ഉപ്പും ചേർക്കാൻ ഭയങ്കര ടേസ്റ്റ് ആവൂലേ? ടേസ്റ്റിന് ഇതൊരു പൊട്ടുപ്പ് ഇട്ടാ. കുരുമുളക് പൊടി ചേർക്കണം. അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചേർക്കാം. ഫോൺ എടുത്തിണ്ടാ? ഞാൻ കുരുമുളക് പൊടി ചേർക്കണില്ല. ഇത് ഇളക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഒരു വിഭവം റെഡി ആയിട്ടാ. തോരൻ, മുതിര വാഴക്കുടപ്പൻ തോരൻ. ഇത് രുചി കൂട്ടാനായിട്ട് പല തന്ത്രങ്ങളും പല കാര്യങ്ങളും ചെയ്യാം നമുക്ക്. പക്ഷെ അതൊന്നും ഇതിലില്ല കേട്ടാ. ഇതിൽപ്പെട്ട് നോക്കിയാൽ ടേസ്റ്റ് നാളികേരം ചേർത്തോ. ഡോക്ടർ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നോക്കണ്ടത്. അടിപൊളി. അടുത്തതിലേക്ക് ഇനി എന്തുണ്ടാക്കണ്ടേ? സൂപ്പല്ലേ? ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്നത് സൂപ്പാണ്. സൂപ്പുണ്ടാക്കി കഷ്ണം നുറുക്കിക്കോ. മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ കുറച്ച് ശേഷം മതി. ഉടയ്ക്കണം. ക്യാരറ്റ് നമ്മൾ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ വെക്കാം. എന്തൊരു കഷ്ണങ്ങളാക്കാം കേട്ടോ. പച്ചക്കറി എന്ത് കഷ്ണങ്ങളാക്കാം. അത് മൂടി വയ്ക്കില്ല. ഒരു വിഭവമായി. പിന്നെ മുരിങ്ങയില വേണം അല്ലേ? മുരിങ്ങയില ഇടയിൽ വേവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ചെരിഞ്ഞു അങ്ങോട്ട് തന്നാ തേങ്ങ മാർക്ക് കത്തിയെടുക്കാൻ കിട്ടുള്ളേ. മാർക്ക് ഒരു കുഞ്ഞു കഷ്ണം എടുത്താൽ മതി. ആ കുഞ്ഞു കഷ്ണം. ഇത്രക്കൊന്നും വേണ്ടി വരില്ല. അതിനുള്ളിൽ ചോറ് കളഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കഷ്ണമായി. ക്യാരറ്റ് നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തായാലും ഉടക്കാളതല്ലേ വേവിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ അത്ര ചെറുതാക്കില്ല ചേട്ടാ. ഈ പടവലങ്ങില്ലേ, അതിൻ്റെ ഉള്ളിൽ കുരുടുക്ക്. ഈ കുരുല്ലേ, ഒരാൾ പറഞ്ഞാണ് ഇതുണ്ട് മറ്റേ പക്കവടയില്ലേ, അടിപൊളിയെന്ന്. പടവലങ്ങര കുരുണ്ട പക്കവട ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. തേങ്ങ ചേട്ടാ തേങ്ങ പറയാണ്ട് പിടിച്ചു നിൽക്കായിരുന്നു. കയ്യിന്ന് പോയി. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പറഞ്ഞാ വീഡിയോയില്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ചിലവര് വീട്ടില് പറഞ്ഞു തുടങ്ങി ഏത് നേരം തേങ്ങ തേങ്ങ. ഇത് വെന്തൂട്ടാ. ഇത് വെന്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ആവശ്യത്തിന് മോര് ഒഴിക്കാം, പുളിക്ക് വേണ്ടിയിട്ടാ. മോര് ചേട്ടൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാ? തൈര് ഇതിലുണ്ട്. അത് ഈ മോരിന് പകരം ഇതിലിപ്പോൾ മോര് അല്ലെങ്കിൽ തൈര് അങ്ങനെ ഒഴിക്കുന്നതിന് പകരം നമുക്ക് തക്കാളി വേണമെങ്കിൽ ചേർത്താലും മതി എന്ന് പറഞ്ഞു. പുളിക്ക് എന്താണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരി പുളി. പിന്നെ ജീരകം ചേർക്കണ പരിപാടി ഒന്നുമില്ല. ഇതിൽ ഉള്ളി വേണമെങ്കിൽ ചേർക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഉള്ളി ചേർക്കണില്ല. ഉള്ളി ചേർക്കണ്ടല്ലോ. ഉള്ളി നാളികേരം കൂടിയിട്ട് വേണമെങ്കിൽ അരച്ച് വെക്കാം. അരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതച്ച് വെക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ചേർക്കാം. അപ്പോൾ അതിന് തൈരും ചേർത്താൽ മതി. ഇതൊരു കുഴമ്പ് പോയ പരുവത്തുള്ള സാധനമാണല്ലോ. പിന്നെ ചൂടാറുന്നത് വേണം ഇതൊക്കെ ചേർക്കണം. ഇത് വേഗം ഇത് കഴുകട്ടെ. സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. പിന്നെ വേണ്ടത് തക്കാളി. ഒരു തക്കാളി മതി എന്നല്ല പറഞ്ഞ ചേട്ടൻ. കുക്കറിൽ നമ്മൾ വിസിലടുപ്പിച്ചിട്ട് എന്താ പറയാ ഉടയ്ക്കണ കാരണം കൊണ്ട് അത്ര ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണില്ല ചേട്ടാ. നമ്മൾ സൂപ്പിലേക്ക് ഇഞ്ചി കഷ്ണങ്ങള് നമ്മൾ കുക്കറിലിട്ടു. അത് ഇനി അത് വേവിക്കാൻ വെക്കണതിന്റെ ഒപ്പം തന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ മുഴുവൻ കുരുമുളക് ചതച്ചതും വേണം. ചതച്ച് ഇടണം. ഇതിരിക്കുന്നു കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് വേവിക്കാൻ വയ്ക്കുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. അധികം വെള്ളം ഒഴിക്കുന്നില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളപ്പോൾ. വെള്ളം വേണം. സൂപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളല്ലേ? അല്ല, എന്നിട്ട് ഉടയ്ക്കാം നമുക്ക്. അത് മതി. പിന്നെ വെള്ളം ചേർക്കാം. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വെള്ളത്തിൽ ടിസ്റ്റ് അടിക്കില്ലോ. അതല്ല, വിസിലടിക്കുമ്പോൾ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും. അല്ല, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാ.
അവിൽ ചൂടാറി. അപ്പോൾ ഇരിക്കുള്ള സാധനം അവിലിക്കുള്ള സാധനങ്ങളും ചേർക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് അടുപ്പത്ത് വെച്ചു. ഇനി അവിലിക്കുള്ള സാധനങ്ങൾ ചേർക്കാം കേട്ടോ. അവിലിക്ക് സാധനങ്ങൾ ചേർക്കുന്നത് കുറച്ച് നാളികേരം, ഉള്ളിയും ചതയ്ക്കുക. ഉള്ളി ആവശ്യം നിർബന്ധമല്ല. നാളികേരം തോരത്ര ഒരു പിടി മതിയാ? ഒരു പിടിയേക്കാളും കൂടുതലെടുത്തോ മതിയാ? ഈ നാളികേരൊന്നും വേവിക്കില്ല. ഉള്ളി ഇത്ര അധികം വേണോ? അത് ഉള്ളിൽ കാച്ചാണ്ട് സൂപ്പിലേക്ക് കാച്ചാണ്ട് ബാക്കിയുള്ളത്. അപ്പൊ ഇത്രയ്ക്ക് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ അവിയിലേക്ക്. ഇതേപോലെ ഫസ്റ്റ് വിസിലടിച്ചു കേട്ടാ. 2 3 വിസിലടിച്ചു കേട്ടോ. നമുക്ക് ഇത് ഉടയ്ക്കാനുള്ളതാണല്ലോ. ഇത് തുറന്നിട്ട് ഇനി ഇത് ഉടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുരിങ്ങയില ഇടണം നമുക്ക് കരിക്കും. എന്നിട്ട് ഒന്നുകൂടിയും കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ കഴിക്കണം. നമ്മളിത് 2 വിസിലടിച്ചപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി എയർ പോയിട്ട് തുറക്കാം. നമ്മളിതിലേക്ക് ഒരു തൈര്, കുറച്ച് ജീരകം, നല്ല ജീരകം. സാധാരണ നമ്മൾ ഇത്ര അവിയൽ കൂട്ടാനുണ്ടാക്കുമ്പോൾ ചേർക്കണതിനേക്കാളും വളരെ കുറവ് ജീരകം ഇതിലേക്ക് അരച്ച് ചേർക്കാം. എന്തുട്ടാ ജീരകം കുറച്ച് നാളിങ്ങനെ വെക്കുക. അപ്പം അത് പൊട്ട ജീരകവും പൂപ്പലും ഫംഗസും ഒക്കെ വന്നിട്ട്. ജീരകത്തിന് നല്ല ജീരകം എന്ന് പറയുന്നത് കുഞ്ഞിയ സാധനത്തിന്. പിന്നെ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിപ്പുള്ളതിന് പെരിഞ്ജീരകം. പിന്നെ നല്ല ജീരകം എന്ന് എല്ലാവരും പറയുന്നില്ലേ? 2 തരം ജീരകം ഉണ്ട്. ഈ അല്ല 4 തരം ഉണ്ട് അല്ലേ? കരിഞ്ജീരകം, സാജീരകം, പെരുംജീരകം. മനസ്സിലായില്ലേ? നല്ല ജീരകം തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇതിന് നല്ല ജീരകം എന്ന് പറയുന്നത് മാത്രം. ഇത് കറികളിലൊക്കെ ചിക്കൻ മസാല എല്ലാത്തിനും പെരുംജീരകം വേണം. സാജീരകം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, കരിഞ്ജീരകം മരുന്നുകളിൽ ഉപയോഗിക്കും, ആയുർവേദ മരുന്നുകളിൽ. ഇത് കൂട്ടാനുകളിൽ ഉപയോഗിക്കും. പിന്നെ ഇതും നല്ല തന്നെയാ കഫക്കെട്ടിനൊക്കെ. ജീരകം ഉള്ളിയൊക്കെ കടിച്ച് ചേർക്കില്ലേ ചിലര്? വേഗം കൊണ്ടുപോവാ. ഇത് ചൂടാറിയിട്ട് കുറച്ച് സാധനമായി. ഇത് ഇതിന്റെ തീ പോയി. അല്ല അത് ഉടയ്ക്കാനി അതിൻ്റെ ഇത് പോയി എടുക്കാണ് നമ്മൾ. ജഗുദ അച്ഛന് കൊടുക്ക. ഇത് ഇറക്കി വെച്ച അവില് കേട്ടാ. അരിക്ക് ചേർക്കാണ്. ഇത് വേവിക്കുന്നില്ലേ നമ്മൾ സാധാരണ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാൻ പോവാണ്. ഒന്ന് ഇളക്കിയിട്ടാ പാട്ടാ. നമ്മളിത് ഒഴിക്കണം കേട്ടാ. ഇനി കറിവേപ്പില ഒരു 2 കതിരിടാം. ഇനി സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ അവിൽ സെറ്റായിട്ടാ. സ്വല്പം ഉപ്പ് ചേർക്കണം കേട്ടാ. പേരിന് ഇന്ദുപ്പ് കേട്ടാ. അങ്ങനെ നമ്മുടെ 2ാമത്തെ സാധനം ശരിയായി. ഇനി 3ാമത്തെ കിടക്കാം. മൂടി വയ്ക്കട്ടെ. 2ാമത്തത് മൂടി വയ്ക്കൂ. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇത് തുറക്കണം കേട്ടോ. സൂപ്പ് കേട്ടോ. സൂപ്പിൻ്റെ ഈ കഷ്ണങ്ങൾ നമുക്ക് ഉടയ്ക്കണം. ഇത് നമ്മൾ ഇഞ്ചി ചേർത്തില്ല ചെറുതെ ഉടഞ്ഞു കേട്ടോ. ഒരുവിധമൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും നടപ്പത്ത് വയ്ക്കണം. മുരിങ്ങയിലുണ്ട് നമുക്ക്. മുരിങ്ങയില പൊട്ടി. മുരിങ്ങയില പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നല്ല ഇപ്പുറത്തെ മുരിങ്ങയില അടിപൊളിയാട്ടാ. ആവശ്യത്തിന് മതിയില്ല. 2 തണ്ട് എടുത്തിട്ടുള്ളൂ കേട്ടാ. മുരിങ്ങയില ഇരിക്കുന്നു കേട്ടാ. പുകയിലെത്താറുണ്ട്. എന്തൊരു സുഖമായിട്ടുണ്ട് ഉണ്ടാക്കാം. അല്ലാതെ ഈ സമയമാകുമ്പോഴേക്കും മനുഷ്യൻ കണ്ണിലേക്ക് പുക വന്നു. മുരിങ്ങയില ഇട്ടിട്ട് ഇളക്കാം. ഇനി നമ്മൾ സൂപ്പില്ലേ നെയ്യിൽ ഉള്ളി കാച്ചാൻ പോകണം. അതിന് സരിത ഉള്ളി അരിയാണ് കേട്ടോ. ഇനി സംഭാരം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഗതി കഴിഞ്ഞു. നമുക്ക് മുരിങ്ങയില ഇട്ടിട്ട് കുറച്ച് സമയമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി. നല്ല ഭംഗിയാണ് കേട്ടോ ജ്യൂസ്. അല്ല ഈ സൂപ്പ് കാണാനുണ്ട് കേട്ടോ. നമുക്കത് കാച്ചിനതിന് മുമ്പേ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ? ജ്യൂസല്ല സൂപ്പ്. ഇത് കാച്ചാന്ന് പറഞ്ഞാൽ 2 തരത്തിൽ കാച്ചാം നമുക്ക്. കാച്ചല്ല വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം.
അല്ലെങ്കിൽ നമുക്ക് നെയ്യിൽ, അതായത് മുരിങ്ങയിലിടുമ്പോൾ ഇലക്കറികളിടുമ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ ഗുണം കിട്ടണമെങ്കിൽ നെയ്യ് ചേർക്കണം. നെയ്യ് 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നെയ്യിലാണ് ഉള്ളി കാച്ചാൻ പോകുന്നത്. അപ്പോൾ കണ്ടത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സൂപ്പ് കാച്ചാൻ പോകണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത വെള്ളം വളരെ കുറവാ. വെള്ളം വെറും പച്ചവെള്ളം പോലെ അടിയിൽ ഇത്തിരി ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അല്ല, വെള്ളം തോര വേണമെങ്കിൽ ഒഴിക്കാം. നമുക്ക് ഇത്തിരി കട്ടി ആയിക്കോട്ടെ. സൂപ്പ് എന്ന് പറയൂ. ഇതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിക്കണം കേട്ടാ. നെയ്യിലാണ് കാച്ചാൻ പോണത്. ഉള്ളിരുന്നോ? പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടാ. നെയ്യിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നെയ്യ് വളരെ കുറവാ ചേട്ടാ. മതിയില്ലായത് അധികം വേണ്ട. പഴയ സൂപ്പ് വേഗം തന്നെ കുടിച്ച് തീർക്കണം. ഞാൻ മോരുണ്ടാക്കി അല്ല ഈ സംഭാരണ്ടാക്ക ഇത് ഒരു കാക്കക്കൂട് നോക്കി. നമ്മുടെ ഉള്ളി മൂത്തു കേട്ടാ. ഉള്ളി മൂത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പിലേക്ക് ഒഴിക്കണം. സൂപ്പിൽ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് ഇത്ര മതി കട്ടി. നമ്മുടെ സൂപ്പ് സെറ്റായി. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനൊരു വളയിടും. അതേ സിനിമത്തെ ഡയലോഗ് ചേട്ടാ. വള വേണ്ട, വാച്ച് മതി. ഏത് മിസ്റ്റർ ബട്ട്ലറിലത്തെ നമ്മൾ ഒരു സ്വല്പം ഇന്ദുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ എന്താ ഉപ്പ് ചേർക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കരുത്. മീത് മാത്രം ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ കണ്ടമാനം ഉപ്പ് ചേർക്കാണ്ടിരിക്കാനുള്ള സൂപ്പില്ലേ ശരിക്കും ഇത്ര സൂപ്പ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം എടുത്തതിന്റെ ഒരു 1/4 ഭാഗം പച്ചക്കറി കഷ്ണങ്ങൾ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് എടുക്കുമ്പോ തോന്നി കുഴപ്പമില്ല. ഇത് കൂടുതലാകുമ്പോ രസം കൂടുതലല്ലേ. ഇത് ഉടഞ്ഞത് ശരിയായിട്ടില്ല കേട്ടോ. നന്നായിട്ട് സൂപ്പ് സൂപ്പർ. ഞാനും പറഞ്ഞേ അടിപൊളി സൂപ്പർ അതിന്റെ. അല്ല, അടിപൊളി സൂപ്പ് അതിന്റെ. അടിപൊളി സൂപ്പർ ആയിട്ട് മതി. ഇനി അടുത്തത് മോര് സംഭാരം ഉണ്ടാക്ക്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ 3ാമത്തെ ഐറ്റംസ് റെഡി ആയിട്ടാ. അല്ല, അതെനിക്ക് കാണിച്ചു കൊടുക്കണ്ട ആളുകൾക്ക്. വേണ്ട, 1 2 അവിൽ കൂട്ടാനത്. നമ്മുടെ ഈ ഇതിൽ അവിലൊരു പോരായ്മ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കോലില്ലേ, അത് ചിലപ്പോൾ വേവാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും. ചിലപ്പോൾ നല്ല പച്ച മുഴുത്താണെങ്കിലേ, മൂപ്പ് കൂടുതലാണെങ്കിലേ വേവാതിരി കൂടുതലല്ല. അല്ല, അപ്പം മൂടി വെച്ച് വേവിച്ചോളാൻ. മനസ്സിലായ? മുരിങ്ങക്കായ വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ 3 ഐറ്റംസ് ആയി. ഇനി മോരും കൂടി ആക്കി. ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടില്ല ചേട്ടാ. ചേട്ടൻ മാത്രം ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ടേസ്റ്റിന് എന്തിട്ട് പ്രാധാന്യം? അതെ, നമുക്കിതിന്റെ ഗുണമാണ് വേണ്ടത്. അതെ, തീർച്ചയായും. അപ്പൊ ഈ സംഭാരം ഉണ്ടാക്കാൻ പോണ. സംഭാരം ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളകിന്റെ അരി, ഉള്ളിലത്തെ സാധനം കളഞ്ഞത് പച്ചമുളക്, പിന്നെ വേപ്പില. ഇവിടെ കുറച്ച് സമയം വന്നിരുന്ന് കാട്ടി കൂട്ടിയതാണ് ഇത്. അപ്പൊ ആ വേപ്പിലിന് കേട്ടോ. അല്ല, ആ ഇഞ്ചിന് കേട്ടോ മതി. അപ്പൊ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് വേണ്ടല്ലോ, ചുമന്നുള്ളി വേണ്ട. അരയ്ക്ക. ഇഞ്ചി എത്ര മതി? ഒരു കഷ്ണം കൂടി എടുത്തോ. അത് മതി. അരച്ചിട്ട് 4 ഗ്ലാസ് മോരുണ്ട് ഇട്ടത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മറ്റേ സൊസൈറ്റിയിൽ പാല് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതായ കാരണം അതിന്റെ വെണ്ണേരെ തിരിച്ച മൂളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. കുറെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. നല്ല പുളിയുണ്ട്. ഇതിലേക്ക് ഇത് ചേർക്കാൻ പോവാണ്. ഉപ്പിട്ടിട്ടില്ല കേട്ടാ. നമ്മുടെ സംഭാരത്തിലേക്ക് ഒരു സ്വല്പം ഇളക്കിട്ടാ. ഇല്ല, നമ്മൾ അരച്ചതൊക്കെ ഇട്ടു. ഉപ്പ് ഉപ്പ് അവിടെ ഇടില്ല. നമ്മൾ സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇന്ദുപ്പ്. ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങൾ പുറത്തേക്ക് തുറക്കാൻ പോകണം കേട്ടാ. അവില് ഇത് 1 ഗ്ലാസ് ചേട്ടൻ എടുത്തിട്ടുള്ളൂ അല്ലേ? ഞാൻ 1 ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തോരൻ, അടിപൊളി ഫുഡ്. ആദ്യം ഇതെടുക്കാം അല്ലേ. നമ്മുടെ ഇത് കഴിക്കാനായിട്ട് സ്പൂണാണ് കേട്ടോ സരിത. ഒരാൾക്കുള്ളതാണിത്. എല്ലാവർക്കും കൂടി കഴിക്കാം. നമുക്ക് തോരൻ എടുക്കണം. നീ പോണു ആവശ്യത്തിനെടുക്കാം. 4 പേർക്കുള്ളതൊന്നല്ല കേട്ടോ. അത് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഞാൻ വരും പോട്ടെ.
അവിയൽ കൂട്ടാൻ എടുക്കാനാണ് ആ കയ്യിൽ കൊണ്ടുവന്നത് ഞാൻ. ഏത് കയ്യില്? കുഴപ്പമില്ല, അതിപ്പോ ഒരു വട്ടം എടുക്കണേന് വേറെ ഒരു 10 വട്ടം എടുക്കണം എന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഒരാൾക്കുള്ള ഭക്ഷണമാണ് കേട്ടത്. കുറച്ചുകൂടി തോരൻ എടുക്കാം, ഇങ്ങനെ കഴിക്കുക. ഈ 4 കൂടിയിട്ടുള്ളതാണ് ഇത്. പോരാട്ടെ, അത് കുറച്ചുകൂടി ഇടണം. അവിലല്ലേ? കഴിക്കാൻ പോണു. ആരാണ് കഴിക്കുന്നത് ആദ്യം? ചേട്ടൻ തന്നെ കഴിച്ചോ. ഞാൻ മാത്രം കഴിച്ചാൽ മതി. നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്കുന്നില്ലേ? അവില് കഴിക്കുന്നു, തോരൻ. ചോറ് വെച്ചിട്ടില്ല ചേട്ടാ ഉച്ചക്കിലേക്ക്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം. തോരൻ സൂപ്പർ, അവില് സൂപ്പർ. ഇതൊക്കെ ചേട്ടൻ ടേസ്റ്റ് ചെയ്തതാണ് നേരത്തെ. ഉപ്പ് ഒട്ടുമില്ല, പക്ഷെ കഴിക്കാം, ഒരു പ്രശ്നമില്ല. പുളി ഇത്തിരി കൂടുതലാ, തൈര് ചേർക്കണ്ടായിരുന്നു. നമ്മുടെ മോര് പുളിയുള്ളതായിരുന്നു. രസല്ലേ? അപ്പൊ ഇത് അടിപൊളി. എല്ലാം ഒന്നിനൊന്നും മെച്ചം. നല്ല കാറ്റും മഴയിട്ടാ. തോരൻ കഴിച്ചോട്ടെ. തോരനാണ്. ഇത്തിരി വേവ് കുറവുണ്ടാ. ഏയ്, തോരനാണ് ഏറ്റവും സൂപ്പർ. അപ്പം അതിൽ ഇട്ടിരിക്കുന്നു. എല്ലാം കഴിച്ചിട്ട് നീ മോര് കുടിച്ചിരിക്കുകയാണ്. സൂപ്പ് എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ, ഒന്നും മോശമില്ല. അപ്പൊ ഞങ്ങളിതൊന്ന് അവസാനിപ്പിക്കട്ടെ. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. അപ്പം അടിപൊളി ഭക്ഷണം, ചോറൊന്നും വേണ്ട കേട്ടാ. അപ്പം നമ്മൾ നിർത്താണ്ട്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഒരു ദിവസം ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക. ചോറില്ലാത്തൊരു ദിവസം കേട്ടാ. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചോറ് ഒഴിവാക്കിയിട്ടേ ഞാൻ ഇതാക്കാൻ പോവാ ഒരു നേരം ആക്കുമ്പോ ഇത് അപാരസ്. ഇത് മാത്രം. ഈ തോരല്ലേ ഗംഭീര സാധനമാണ്. അപ്പോൾ കഴിയത്. അപ്പം നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം. അതിനെ ഞാൻ തമിഴിൽ പറഞ്ഞ നേരത്തെ. തമിഴ് വീഡിയോ എടുക്കില്ല. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ഞാൻ പറഞ്ഞില്ലേ. ഏ?